സിദ് ശ്രീറാം വേറിട്ട ശബ്ദം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും എല്ലാവരുടെയും പ്രിയ ഗായകൻ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനിടയിൽ. 3 വയസ്സ് മുതൽ സംഗീത പഠനം. കാലിഫോർണിയയിൽ കർണാട്ടിക് മ്യൂസിക് സ്കൂൾ നടത്തുന്ന അമ്മയാണ് ആദ്യ ഗുരു. കർണാട്ടിക് മ്യൂസീഷ്യൻ, മ്യൂസിക് പ്രൊഡ്യൂസർ, പ്ലേബാക്ക് സിംഗർ, R&B സോങ് റൈറ്റർ എന്നീ നിലകളിൽ പ്രശസ്തൻ. തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പാടിയിട്ടുണ്ട്. 2013 പുറത്തിറങ്ങിയ കടൽ എന്ന സിനിമയിലെ A.R. റഹ്മാൻ മ്യൂസിക് കൊടുത്ത അടിയെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കണ്ടെത്തൽ എന്നാണ് A.R. റഹ്മാൻ സിദ് ശ്രീറാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വോയിസും സിനിമയിലെ സ്ലോ മോഷൻ രംഗം കൂടി ആവുമ്പോൾ പ്രണയത്തിനൊക്കെ ഭയങ്കര ഫീലാണ് കിട്ടാറ്. അദ്ദേഹം മലയാളത്തിൽ പാടിയ പാട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. 2017 വിജയ് സിനിമയായ മേഴ്സലിലാണ് സിദ് ശ്രീറാമിന്റെ സൗണ്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതൊരു ഫാസ്റ്റ് നമ്പർ സോങ്ങിന്റെ മലയാളം ആയതുകൊണ്ട് മലയാളം എവിടെയെന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരും. ചിന്മയി ആയിരുന്നു കൂടെ പാടിയിരുന്നത്. മങ്കോമ്പ് ഗോപാലകൃഷ്ണന്റേതായിരുന്നു വരികൾ. എന്നാൽ 2019 പുറത്തിറങ്ങിയ ഡിയർ കോമ്രേഡ് എന്ന തെലുങ്ക് പടത്തിന്റെ ഡബ് വെർഷൻ അങ്ങനെ ആയിരുന്നില്ല. ഇതൊരു മലയാള പാട്ട് പോലെ തന്നെ നമ്മൾ ആസ്വദിച്ചിരുന്നു. അതിന്റെ പിറകിൽ സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകരന്റെ ഒരു ബ്രില്യൻസ് ഉണ്ട്. ജോപ്പോൾ ആണ് ഇതിന്റെ വരികൾ എഴുതിയത്. ആദ്യം തെലുങ്ക് വേർഷന്റെ മലയാള പരിഭാഷ തന്നെയായിരുന്നു എഴുതിയത്. അപ്പൊ സംഗീത സംവിധായകൻ പറഞ്ഞു, ഇതിന്റെ ഫീലും കോൺസെപ്റ്റും സെയിം ആയാൽ മതി, വരികൾ മാറ്റിക്കോളൂ. പിന്നീട് അദ്ദേഹം ആ വരികളിൽ ഒന്ന് റീവർക്ക് ചെയ്യായിരുന്നു. ഒരു പക്ക മലയാള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടുന്നത് അതേ വർഷം ഇറങ്ങിയ ഇഷ്ക് എന്ന മൂവിക്ക് വേണ്ടിയാണ്. ആദ്യ കേൾവിയിൽ തന്നെ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിയ ഈ പാട്ട് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആയിരുന്നു. മ്യൂസിക് കമ്പൈൻ ചെയ്തപ്പോൾ വെസ്റ്റേണും ക്ലാസിക്കും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു സിംഗിങ് എന്ന ചിന്തയിൽ നിന്നാണ് സിദ് ശ്രീറാമിലേക്ക് എത്തിയതെന്ന് ജേക്സ് ബിജോയ് പറയുന്നു. തെലുങ്ക് സിനിമയായ ടാക്സി വാലയിലെ മാറ്റേ വിനതുക എന്നൊരു സോങ് സിദ് ശ്രീറാമിനെ കൊണ്ട് മുൻപ് ജേക്സ് ബിജോയ് പാടിച്ചിട്ടുണ്ട്. ജോപ്പോൾ ആണ് ഇതിന്റെ വരികൾ എഴുതിയത്. അടുത്ത ഗാനം അതേ വർഷം തന്നെ ഇറങ്ങിയ മനോഹരം എന്ന സിനിമയിലെയാണ്. സഞ്ജീവ് ടി ആണ് ഇതിന്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു പുലിയാണ് കേട്ടോ. A.R. റഹ്മാന്റെ ടീമിലെ ലീഡ് ഗിത്താറിസ്റ്റ് ആണ്. വിണ്ണെ താണ്ടി വരുവായ ഡൽഹി 6, റോക്ക് സ്റ്റാർ തുടങ്ങിയ മൂവീസിനൊക്കെ ഗിത്താർ വായിച്ചിരിക്കുന്ന ഇദ്ദേഹമാണ്. വിക്കിപീഡിയ നോക്കി കഴിഞ്ഞാൽ ഇയാളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതായത് ആള് ഗിത്താർ വായിച്ചിട്ടുള്ളതും പാടിയിട്ടുള്ള സോങ്ങുകളുടെ ഒക്കെ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാം. സിദ് ശ്രീറാം അല്ലാതെ വേറൊരു ഗായകനെ ഈ പാട്ടിൽ നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. വളരെ പതിയെ തുടങ്ങി ഹൈ പിച്ചിലേക്ക് പോകുന്ന പാട്ട് കേൾക്കാത്തവരുണ്ടെങ്കിലും കേൾക്കണം. ജോപ്പോൾ ആണ് ഇതിന്റെ വരികൾ എഴുതിയത്. അടുത്ത ഗാനം ഗൗതമന്റെ രഥം എന്ന സിനിമയിലെ ഈ പാട്ട്. മനോഹരമായി ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത് അങ്കിത് മേനോനാണ്. അങ്കിത് മേനോന്റെ 3 സിനിമകൾക്ക് വേണ്ടി സിദ് ശ്രീറാം പാടിയിട്ടുണ്ട്. സിദ്ദിന്റെ മാജിക് വോയിസ് കൂടി വന്നപ്പോഴാണ് ഈ പാട്ടിന് ഉയരുണ്ടായത് എന്ന് ഇതിന്റെ സംവിധായകൻ ആനന്ദ് മേനോൻ പറയുന്നുണ്ട്. വിനായക് ശശികുമാറിന്റേതാണ് വരികൾ. അടുത്തത് അതേ വർഷം ഇറങ്ങിയ മണിയറയിലെ അശോകൻ എന്ന സിനിമയിലെ ഈ പാട്ട്. ശ്രീഹരി കെ നായരാണ് സംഗീതം. ഇതിന്റെ വരികൾ എഴുതിയത് ഇതിന്റെ സംവിധായകൻ കൂടിയായ ഷംസു സൈബയാണ്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത ആദ്യം വരികൾ എഴുതിയിട്ട് മ്യൂസിക് ചെയ്യായിരുന്നു. അടുത്തത് 2021 പുറത്തിറങ്ങിയ തല എന്ന മൂവിയിലെ പാട്ട്. അങ്കിത് മേനോൻ സിദ് ശ്രീറാം കൂട്ടുകെട്ടിന്റെ 2ാമത്തെ സോങ്. വിനായക് ശശികുമാറിന്റേതാണ് വരികൾ. അടുത്തത് കുടുക്ക് 2025 എന്ന സിനിമയിലെ പാട്ടാണ്. ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ഗായിക കൂടിയായ ഭൂമിയാണ്. ട്യൂൺ ചെയ്തപ്പോൾ തന്നെ സിദ് ശ്രീറാം പാടണം എന്ന് തീരുമാനിച്ചിരുന്നു എന്നിവർ പറയുന്നുണ്ട്. ടിറ്റോപ്പി തങ്കച്ചന്റേതാണ് വരികൾ. അടുത്തത് അല്ലു അർജുന്റെ സൂപ്പർ ഹിറ്റ് മൂവിയായ പുഷ്പയിലെ പാട്ട്. മ്യൂസിക് ദേവിശ്രീ പ്രസാദ് ആണ്. ഇതിന്റെ വരികൾ എഴുതിയത് സിജു തുറവൂരാണ്.
അല്ലു അർജുന്റെ പാട്ടെഴുത്തുകാരൻ എന്നാണ് സിജു തുറവൂർ അറിയപ്പെടുന്നത്. ഹാപ്പി മുതൽ 18 അല്ലു അർജുൻ സിനിമകൾക്കാണ് ഇദ്ദേഹം വരികൾ എഴുതിയിട്ടുള്ളത്. അടുത്തത് അതേ വർഷം തന്നെ ഇറങ്ങിയ ലാൽ ജോസ് എന്ന സിനിമയിലെ ഈ പാട്ട്. സുന്ദരി പെണ്ണെ നിന്നെ കാണാൻ കൊതിയായി. സംഗീതം ബിനേഷ് മണിയാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണിത്. വരികൾ എഴുതിയത് ജോപ്പോളാണ്. നെഞ്ചില മോഹം മെല്ലെ കൂടും പതിവായി. 2022 പുറത്തിറങ്ങിയ മൈക്ക് എന്ന സിനിമയിലെ പാട്ടാണ് അടുത്തത്. ഹിഷാം അബ്ദുൽ വഹാബാണ് ഇതിന്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ഈ പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത കൈതപ്രം സാറാണ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വരികൾ എഴുതിയ വേറൊരു പാട്ട് കൂടി സിദ് ശ്രീറാം പാടിയിട്ടുണ്ട്. അത് ഈ ലിസ്റ്റിൽ ലാസ്റ്റ് പാട്ടാണ്. അതേ വർഷം ഇറങ്ങിയ ഓ മേരി ലൈലയിലെ പാട്ടാണ് അടുത്തത്. അങ്കിത് മേനോൻ സിദ് ശ്രീറാമിന്റെ മൂന്നാമത്തെ പാട്ടാണത്. ശബരീഷ് വർമ്മയാണ് ഇതിന്റെ വരികൾ എഴുതിയത്. അടുത്തത് കട്ടിൽ എന്നൊരു തമിഴ് മൂവിയുടെ ഡബ് വേർഷൻ സോങ് ആണ്. കോവിലൊന്നിൽ കുടിയിരുന്നു. ശ്രീകാന്ത് ദേവയുടേതാണ് മ്യൂസിക്. ദേവ എന്നറിയപ്പെടുന്ന തമിഴിലെ ഒരു സീനിയർ മ്യൂസിക് ഡയറക്ടറുടെ മകനാണിത്. ലാലേട്ടന്റെ ദി പ്രിൻസ്, മമ്മൂക്കയുടെ ഫാൻഡം തുടങ്ങിയ കുറച്ച് സിനിമകൾക്ക് ദേവ മലയാളത്തിൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. ആ കോവിലിലെ എല്ലാരും. അങ്ങനെ ഈ ലിസ്റ്റ് അവസാനിക്കുകയാണ്. നരിവേട്ട എന്ന സിനിമയിലെ ട്രെൻഡിങ് സോങ്. ജെയ്ക്സ് ബിജോയ് സിദ് ശ്രീറാം കൂട്ടുകെട്ടിലെ രണ്ടാമത്തെ മലയാളത്തിലെ പാട്ട്. സിത്താര കൃഷ്ണകുമാറാണ് കൂടെ പാടിയിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറും. സൗത്ത് ഇന്ത്യയുടെ അർജിത് സിംഗ് എന്നാണ് സിദ് ശ്രീറാമിനെ ഒരു ആരാധകൻ അദ്ദേഹത്തിന്റെ പാട്ടിനെ കമന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവർ രണ്ടുപേര് പാടുമ്പോഴും ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് പാട്ടുകളിലൂടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിദ് ശ്രീറാം പാട്ട് ഏതാന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.